ഒരു നിമിഷം ലിജീഷ്, വളരെ സ്പെസിഫിക് ആയ ഒരു ചോദ്യമാണ്. എനിക്ക് ലിജീഷിന്റെ മറുപടി ഒന്ന് കേൾക്കണം ഈ വിഷയത്തിൽ. അഡ്വക്കേറ്റ് LG ലിജീഷ്, നിങ്ങൾ കൊടുത്ത കേസാണോ ഇപ്പോൾ ഹൈക്കോടതിയിലുള്ളത്? അല്ല, 2 കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് വടകര പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് വടകര ക്രൈം 410/24, 411/24. ആ 2 കേസും ഈ പറയുന്ന ഒന്ന് നമ്മൾ കൊടുത്ത പരാതിയും അതിനുശേഷം ഈ പറയുന്ന മുസ്ലിം ലീഗിന് നേതാവ് കൊടുത്ത പരാതിയുമായി ബന്ധപ്പെട്ടാണ്. ഹൈക്കോടതി നേരിട്ട് കേസെടുത്ത് അന്വേഷിക്കുമെന്നല്ല നിജേഷ ഇത് ചെയ്യുക. വെറുതെ ഇങ്ങനെ വിവരക്കേട് പറയല്ലേ. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടത്തി. ഇതിന്റെ അന്വേഷണ പുരോഗതിയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി പോയി. പോലീസ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ഞാൻ പറയട്ടെ നിജേഷ് പറയല്ലേ, മറ്റുള്ളവർ പറയല്ലേ. ഈ മുഹമ്മദ് ഖാസിം പോലീസ് അന്വേഷണത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച ഹൈക്കോടതി പോയില്ലേ? അതാ ഞാൻ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് റിപ്പോർട്ട് ചോദിച്ചത്. ആരാണ് റിപ്പോർട്ട് കൊടുത്തത്? ഈ പറയുന്ന നിജേഷ് അരവിന്ദ്. ഡോക്ടർ അരുൺകുമാർ, നിങ്ങളതിൽ ഇടപെടലേ. ആ പറയുന്ന കാര്യത്തിനനുസരിച്ച് ഹൈക്കോടതിയിൽ പോവുകയും അതിനുശേഷം റിപ്പോർട്ട് ആവശ്യം. റിപ്പോർട്ട് ആരാ കൊടുക്കുന്നത്? നിങ്ങൾ വേറെ ഏത് ഏജൻസിയാണോ കൊടുക്കുന്നത്? ആ വിശ്വാസം നിങ്ങൾക്ക് വേണ്ട. ആ വിശ്വാസം ഒന്നും വേണ്ട. ഞാൻ പറയട്ടെ, ഇപ്പോൾ ഈ പോലീസ് അന്വേഷണ റിപ്പോർട്ട് കൊടുക്കാൻ നിർബന്ധിതരായ കേസ് ആര് കൊടുത്തതാണ്? ഒറ്റ ചോദ്യമുള്ളൂ LG ലിജീഷ്. അത് നിങ്ങൾ കൊടുത്തതാണോ മുഹമ്മദ് ഖാസിം കൊടുത്തതാണോ? അല്ല, അതാ ഞാൻ പറയാം. 2 കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ ചോദിക്കട്ടെ ഡോക്ടർ അരുൺകുമാർ, നിങ്ങളിപ്പോ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന റിബേഷ് മാഷ് ഉണ്ടല്ലോ, റിബേഷ് മാഷ് എടുത്ത് ഇത് എത്തി എന്ന് പറഞ്ഞ് പോലീസ് റിപ്പോർട്ട് കൊടുക്കുന്ന ആരാ? പോലീസല്ലേ റിപ്പോർട്ട് കൊടുക്കുന്നത് ഹൈക്കോടതിയിൽ. എന്നിട്ട് റിബേഷ് മാഷ് കേരളത്തിനകത്ത് LDF ആണ് ഭരിക്കുന്നത്. പോലീസാണ് റിപ്പോർട്ട്. ഇടപെടലും കേരളത്തിലെ ഗവൺമെന്റ് നടത്തുന്നില്ല, കേരളത്തിലെ LDF നടത്തുന്നില്ല. സ്വതന്ത്രമായ അന്വേഷണം നടക്കട്ടെ എന്ന കാഴ്ചപ്പാടാണ് ഞങ്ങൾ വെച്ചു പുലർത്തുന്നത്. ശരി നിജീഷ, മറുപടി. സ്വതന്ത്രമായ അന്വേഷണമാണ് കേരളത്തിൽ നടക്കുന്നത്. നിജീഷ്, കോട്ടപ്പറമ്പ് പ്രസംഗിക്കേണ്ട കാര്യം കോട്ടപ്പറമ്പ് തന്നെ പ്രസംഗിക്കും. സ്വതന്ത്രമായ അന്വേഷണമാണ് നടക്കുന്നത്. പോലീസ് റിപ്പോർട്ട് കൊടുക്കുമെന്നാണ് പറയുന്നത്. ലിജീഷിനെ കേട്ടു, ഇനി നമുക്ക് നിജേഷിനെ കേൾക്കാം. നിജീഷ് പറഞ്ഞു. അരുൺകുമാറോട് ചോദിക്കേ. ഡോക്ടർ അരുൺകുമാർ, എന്റെ ചോദ്യം വളരെ കൃത്യമാണ്. ഈ കാര്യത്തിൽ എങ്ങനെ ഹൈക്കോടതിയിൽ കേസ് എത്തി? ആരാണ് കേസ് കൊടുത്തത്? ഡിവൈഎഫ്ഐയോ CPM മോഹന മാഷോ കൊടുത്ത കേസാണോ ഹൈക്കോടതിയിൽ എത്തിയത്? അതോ മുഹമ്മദ് ഖാസിം കൊടുത്ത കേസാണോ ഹൈക്കോടതിയിൽ എത്തിയത്? ഗതി കെട്ടിട്ടാണോ പോലീസ് റിപ്പോർട്ട് കൊടുത്തത്? ആ റിപ്പോർട്ട് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലല്ലേ അങ്ങനെയാ നിജേഷ് അരവിന്ദ് മനസ്സിലാക്കിയത്? മുഹമ്മദ് ഖാസിം കൊടുത്ത കേസ് മിസ്റ്റർ, എത്ര നേരമായി നിങ്ങളോട് പറയുന്നത്? നിങ്ങൾ കേൾക്കുന്നില്ലേ? ചെവി കേൾക്കുന്നില്ലേ? ഹൈക്കോടതിയാണോ മിസ്റ്റർ കേസ് നേരിട്ടെടുക്കുന്നത്? നിങ്ങൾ എന്താണ് അങ്ങനെയാണോ മനസ്സിലാക്കി വെച്ചത്? വടകര കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ പുരോഗതിയാണ് നിങ്ങൾ ചോദിക്കുന്നത്. അതിന് മേൽനോട്ടം വഹിക്കുകയാണ് പോലീസ്. നിങ്ങൾ ഈ പറയുന്ന റിപ്പോർട്ടർ ചാനൽ പറഞ്ഞല്ലോ സ്ഥലം മാറ്റി. ശരി 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 നിജേഷ്, എന്റെ സംശയം ലിജീഷ് ഇത് ശരിക്കും തമാശയ്ക്ക് പറയുന്നതാണോ സീരിയസ് ആയി പറയുന്നതാണോ? ഈ അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ പോലീസ് എവിടെയാണ് കൊടുത്തിരിക്കുന്നത്? പോലീസ് ഹൈക്കോടതിയിലാണ് കൊടുത്തിരിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട കാര്യം ചോദിച്ചാൽ അതിന്റെ ഡീറ്റെയിൽ കൊടുത്തല്ലോ. എന്തിനാണ് ഹൈക്കോടതിയിൽ പോലീസ് ഈ അന്വേഷണ റിപ്പോർട്ട് കൊടുത്തത്? അത് കൊടുത്തത് ഇവരായിരിക്കും. ഞാൻ പറയുന്നത് കേസ് കൊടുത്തത് Debate with Arun Kumar.